നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പിണറായി വിജയനും എം.വി. ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനവുമായി വയനാട് ജില്ലാ കമ്മിറ്റി. സമാനതകളില്ലാത്ത തോൽവിക്ക് കാരണം നേതൃത്വത്തിന്റെ കടുംപിടുത്തവും നയപരമായ വീഴ്ചകളുമെന്നാണ് അംഗങ്ങളുടെ വിമർശനം. ജയരാജ് വിവരങ്ങൾ പങ്കുവെക്കും. ജയരാജ്, സംസ്ഥാനത്തുടനീളം നടക്കുന്ന ജില്ലാ യോഗങ്ങളിൽ ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിലും സമാനമായി തന്നെ പിണറായിക്കും ഗോവിന്ദനുമെതിരെയാണോ നേതാക്കളുടെ വിമർശനം? രഞ്ജിത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം CPM വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനുമെതിരെ യോഗത്തിൽ കടുത്ത ആക്ഷേപങ്ങളാണ് ഉണ്ടായത്. K. ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയത് അവരുടെ വ്യക്തിപ്രഭാവം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്ന് യോഗത്തിൽ വലിയ രീതിയിൽ വിമർശനം ഉയർന്നു. ഇതിനു പുറമെ തളിപ്പറമ്പിൽ P.K. ശ്യാമളയെ മത്സരിപ്പിക്കാൻ ഇറക്കിയത് വയനാട്ടിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം വലിയ തോതിലുള്ള ജനരോഷത്തിനും അതുപോലെ തന്നെ തിരിച്ചടിക്കും കാരണമായെന്നുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും CPM ജില്ലാ സെക്രട്ടറി K. റഫീഖിനെതിരെയും യോഗത്തിൽ കടുത്ത വിചാരണയാണ് നടന്നത്. സിനിമാ താരം മമ്മൂട്ടിക്കൊപ്പം റീൽസ് എടുക്കാൻ ജില്ലാ സെക്രട്ടറി നടത്തിയ ശ്രമങ്ങൾ പാർട്ടിക്ക് വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കിയെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ കൽപ്പറ്റയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന T. സിദ്ദിഖിനെ LDF പ്രവർത്തകർ കൂകിയപ്പോൾ മുഖ്യമന്ത്രി വേദിയിൽ ഉണ്ടായിരുന്നിട്ടും അത് തടയാൻ തയ്യാറാകാതിരുന്നത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകിയതെന്നും പ്രവർത്തകർ വിമർശനം ഉണ്ടാക്കി. അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ നീറുന്ന വിഭാഗീയത പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് യോഗത്തിന്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ മന്ത്രിയായിരുന്ന OR കേളു മത്സരിച്ച മാനന്തവാടി മണ്ഡലത്തിലുണ്ടായ വലിയ പരാജയം വയനാട് മെഡിക്കൽ കോളേജിലെ നിലവിലുണ്ടായിരുന്ന ഗുരുതരമായ പ്രശ്നങ്ങളും അതുണ്ടാക്കിയ ജനരോഷവുമാണെന്നുമൊക്കെയാണ് നേതാക്കൾ തുറന്നടിച്ചത്. എന്നാൽ പാർട്ടിയിൽ കടുത്ത ആഭ്യന്തര കലഹങ്ങളോ നേതൃമാറ്റത്തിന്റെ ആവശ്യമോ നിലവിലില്ലെന്നാണ് യോഗത്തിന് ശേഷം LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ജനവിശ്വാസവും പാർട്ടി അണികളുടെ വികാരവും കണക്കിലെടുത്ത് ആവശ്യമായ തിരുത്തൽ നടപടികൾ പാർട്ടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും കൽപ്പറ്റ അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി മാനന്തവാടി മണ്ഡലങ്ങളിൽ UDF വ്യക്തമായ മേധാവിത്വം നിലനിർത്തിയ സാഹചര്യവും LDFന് സംഭവിച്ച വോട്ട് ചോർച്ചയും യോഗം വിശദമായി തന്നെ വിലയിരുത്തുകയുണ്ടായി. അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനും പ്രവർത്തന ശൈലിക്കുമെതിരെ വിവിധ ജില്ലാ യോഗങ്ങളിൽ കടുത്ത വിമർശനം ഉയരുന്നത് പോലെ തന്നെ അവസ്ഥയിൽ തന്നെയാണ് വയനാട്ടിലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഈ ആഭ്യന്തര കലഹം കൂടാനാണ് സാധ്യത. രഞ്ജിത്ത്, ശരി.